ഇതൊരു നഗരത്തിൻ്റെ കഥയാണ്. ഈ നഗരം നിലവിൽ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആത്മീയ വെളിച്ചം പേറി ഒറ്റക്ക് നിന്ന ഒരു കുന്നിൻ്റെ കഥ. ഹൈദരാബാദിൻ്റെ വടക്ക് കിഴക്കൻ ചക്രവാളത്തിൽ ചരിത്രത്തിൻ്റെ വേരുകൾ ഉറച്ചു നിൽക്കുന്ന മൗല അലി ഹിൽസ്. കാലം 1578. ഗോൾക്കൊണ്ട ഭരിച്ചിരുന്ന ഇബ്രാഹിം കുലി കുത്തുബ് ഷാ നാലാമൻ്റെ കൊട്ടാരം. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായ യാക്കൂബ് ഒരു സ്വപ്നം കണ്ടു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു തനിക്കായി ഒരു കുന്നിൻ മുകളിൽ കാത്തിരിക്കുന്നു. യാക്കൂബ് ആ കുന്നിൻ മുകളിലെത്തി. അവിടുത്തെ ഒരു കറുത്ത പാറയിൽ അത്ഭുതകരമായ ഒരു കൈപ്പത്തിയുടെ മുദ്ര പതിഞ്ഞു കിടക്കുന്നത് അയാൾ കണ്ടു. ആ മുദ്ര സാക്ഷാൽ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ അത്ഭുതത്തിൻ്റെ വാർത്ത സുൽത്താൻ അറിഞ്ഞു. ഉടനെ തന്നെ ആ മുദ്ര സൂക്ഷിക്കാൻ ഒരു ദർഗ പണിയാൻ അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ 484 പടവുകൾക്ക് മുകളിൽ ഈ തീർത്ഥാടന കേന്ദ്രം ഉയർന്നു വന്നു. ചരിത്രകാരന്മാർ പറയുന്നത് ഈ കുന്നിൻ്റെയും ദർഗയുടെയും പ്രധാനം കാരണമാണ് ഹൈദരാബാദിൻ്റെ പേരിടലിൽ പോലും ഈ കഥയുടെ സ്വാധീനമുണ്ടായത്. ഹസ്രത്ത് അലിയുടെ വീരനാമങ്ങളിൽ ഒന്നാണ് ഹൈദർ. അങ്ങനെ ഹൈദർ കുടിക്കൊണ്ട ഈ നഗരം പിന്നീട് ഹൈദരാബാദ് എന്ന പേര് സ്വീകരിച്ചു. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ ദർഗ മതസൗഹാർദ്ദത്തിൻ്റെ വിളക്കുമാടമായി നിലകൊള്ളുന്നു. ഓരോ വർഷവും നടക്കുന്ന മൗല അലി ഉറൂസ് ആഘോഷങ്ങളിൽ ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. വിശ്വാസത്തിൻ്റെ ശക്തിയും നഗരത്തിൻ്റെ വികസനവും ഒരുമിച്ച് കണ്ടുകൊണ്ട് കുന്നിൻ മുകളിൽ നിന്ന് ദൂരേക്ക് നോക്കൂ. ഈ കാഴ്ച ഹൈദരാബാദിൻ്റെ ചരിത്രവും ഭാവിയും നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. ഇവിടെ ചരിത്രം ശ്വാസമെടുക്കുന്നു. ഓരോ പാറക്കല്ലിലും വിശ്വാസത്തിൻ്റെ കഥകൾ മന്ത്രിക്കുന്നു. ഹൈദരാബാദിൻ്റെ ആത്മാവിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ നിന്ന് ആരംഭിക്കുന്നു.